എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവിൽ വന്ദനം പറഞ്ഞുകൊണ്ട് തേനിലും മധുരത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 9-ാമത്തെ വചനം, എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പിൻ, എന്നാൽ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. ഈ പ്രസ്താവന പൗലൂസിൻ്റെതാണ്. വലിയ വെല്ലുവിളിയാണ് നമുക്ക് മുമ്പിൽ ഈ പ്രസ്താവന ഉയർത്തിക്കാട്ടുന്നത്. പ്രസംഗവും പ്രവൃത്തിയും പൗലൂസിൻ്റെ ജീവിതത്തിൽ ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെ ആയിരുന്നു. താൻ എന്താണോ പ്രസംഗിച്ചത് അത് തൻ്റെ ജീവിതത്തിൽ താൻ പ്രായോഗികമാക്കുവാൻ പരിശ്രമിച്ചിരുന്നു. ദൈവം അതിനുള്ള കൃപ കൊടുത്തിരുന്നു. ആ ദർശനമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ഇന്നത്തെ പ്രസംഗകരെക്കുറിച്ച് പൊതുവെയുള്ളൊരു പരാതി പ്രസംഗമുണ്ട്, പ്രവൃത്തിയില്ല എന്നുള്ളതാണ്. പ്രവൃത്തിയില്ലാത്ത പ്രസംഗങ്ങൾ ഒരിക്കലും ആരും മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നുള്ളത് പ്രത്യേകം ഓർത്തിരിക്കണം. ഗാന്ധിജി പറഞ്ഞു, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന്. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടും ഉള്ളത് പ്രവർത്തിപ്പിൻ. പൗലൂസ് ഫിലിപ്പിയിലായിരുന്ന ആ കാലഘട്ടത്തിൽ തന്നിൽ നിന്ന് പഠിക്കുവാനും ഗ്രഹിക്കുവാനും കേൾക്കുവാനും കാണുവാനും ഫിലിപ്പിയിലെ വിശ്വാസികൾക്ക് കഴിഞ്ഞു. പൗലൂസിൽ നിന്ന് പലതും അവർ കേട്ടിരുന്നു, ഗ്രഹിച്ചിരുന്നു, പഠിച്ചിരുന്നു. മാത്രമല്ല, ഇതെല്ലാം പൗലൂസിൻ്റെ ജീവിതത്തിൽ അവർ കണ്ടിരുന്നു. താൻ പ്രായോഗികമാക്കാത്ത ഒരു കാര്യങ്ങളും മറ്റുള്ളവരെ പഠിപ്പിക്കുവാനായിട്ട് ശ്രമിച്ചിരുന്നില്ല എന്നുള്ളത് ഈ പ്രസ്താവനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇത് പൗലൂസിൻ്റെ അഹങ്കാരത്തിൻ്റെ വാക്കുകളായിട്ട് നാം കാണണ്ട. എന്നോട് പഠിച്ചും ഗ്രഹിച്ചും എന്നിൽ നിന്ന് കേട്ടും കണ്ടും ഉള്ളത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിപ്പിൻ എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. എന്നാൽ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. സമാധാനത്തിൻ്റെ ദൈവം നമ്മളോട് കൂടെ ഇരിക്കണം എന്നാണ് നാം എല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്നാൽ നാം പഠിക്കുന്നുണ്ടോ, ഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളത് ഇവിടെ ചിന്തനീയമാണ്. ദൈവദാസന്മാരിൽ നിന്ന് പഠിച്ചതും ഗ്രഹിച്ചതും കേട്ടതും കണ്ടതും നമ്മുടെ ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കുന്നില്ലെങ്കിൽ, പ്രായോഗികമാക്കുന്നില്ലെങ്കിൽ ദൈവം എങ്ങനെ നമ്മോട് കൂടെ ഇരിക്കും? അസാധാരണമായ അവകാശവാദം ഉന്നയിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരാണ് വിശ്വാസികളെന്ന് ചിലർ പറയാറുണ്ട്. അവകാശവാദങ്ങളൊക്കെ ഭയങ്കരമാണ്. ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട്, ഞങ്ങൾ ദൈവത്തിൻ്റെ ജനമാണ്, അങ്ങനെ ഒരുപാട് അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നവരാണ് പലരും എന്നുള്ളത് ഇത്തരുണത്തിൽ ഓർപ്പിക്കുകയാണ്. സമാധാനത്തിൻ്റെ ദൈവം എന്നോട് കൂടെ ഇരിക്കും. നമ്മുടെ ജീവിതത്തിൽ എത്ര പേർക്ക് പ്രാഗൽഭ്യത്തോടെ അങ്ങനെ പറയുവാൻ കഴിയും? ദൈവം എന്നോട് കൂടെയുണ്ട്. വചനം കേട്ടിട്ട്, വചനം പഠിച്ചിട്ട് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാത്ത ഒരു വ്യക്തിയോടുകൂടെ ദൈവം എങ്ങനെ ഉണ്ടാകും എന്നാണ് നാം ചിന്തിക്കേണ്ടത്. തെറ്റായ മനോഭാവം വെച്ച് പുലർത്തുന്ന പലരും തിരുത്തപ്പെടേണ്ടത് ആവശ്യമാണ്. ദൈവം ചിലരുടെ കുത്തകയാണെന്നാണ് അവർ വിചാരിക്കുന്നത്. ദൈവം ആരുടെയും കുത്തകയല്ല. ദൈവം ആരോടെങ്കിലും കൂടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവർ വചനത്തിൽ നിന്ന് പഠിച്ചതും ഗ്രഹിച്ചതും കേട്ടതും കണ്ടതുമായ കാര്യങ്ങൾ പ്രാവർത്തികമാക്കുന്നവരാണ്. അവരോടുകൂടെയാണ് സമാധാനത്തിൻ്റെ ദൈവം ഇരിക്കുന്നത് എന്നുള്ളത് പ്രത്യേകം നാം കുറിക്കൊള്ളണം. ദൈവം കൂടെയുണ്ടെങ്കിൽ ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. ദൈവം പക്ഷത്തുണ്ടെങ്കിൽ ഒന്നിനെയും പേടിക്കേണ്ട. ലോകത്തിലുള്ള മുഴുവൻ ആളുകളും നമ്മുടെ പക്ഷത്തുണ്ടെങ്കിലും ദൈവം കൂടെ ഇല്ലെങ്കിൽ എന്ത് പ്രയോജനം? എല്ലാവരും കൈവിട്ടാലും ദൈവം തുണയായി ഉണ്ടെങ്കിൽ ആരെ നാം ഭയപ്പെടണം? യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയും എൻ്റെ ജീവൻ്റെ ബലവും ആകുന്നു, അതുകൊണ്ട് ഞാൻ ആരെ ഭയപ്പെടും എന്നാണല്ലോ ഇസ്രായേലിലെ മധുര ഗായകനായ സങ്കീർത്തനക്കാരനായ ദാവീദ് പാടിയത്. ഒരു സൈന്യം എനിക്കെതിരെ പാളയമിറങ്ങിയാലും എൻ്റെ ഹൃദയം നിർഭയമായിരിക്കും. കാരണം
ദൈവം എന്നോട് കൂടെയുണ്ട്. ദൈവം ആരോട് കൂടെയാണ് വസിക്കുന്നത് എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കുക. വചനമനുസരിക്കാത്ത, വചനം കേട്ടിട്ടും വചനം അംഗീകരിക്കാത്ത, അനുസരിക്കാത്ത, പ്രവർത്തിക്കാത്ത, പ്രായോഗിക ജീവിതത്തിൽ നടപ്പിൽ വരുത്താത്ത ആരുടെയും കൂടെ, പാരമ്പര്യം പറയുന്ന സഭകളാണെങ്കിലും പല കാര്യങ്ങളിലും പ്രശംസിക്കുവാനുള്ളവരാണെങ്കിലും ദൈവം കൂടെ ഉണ്ടാകണം എന്ന ഉറപ്പ് നാം ആ കാര്യത്തിൽ ഉറപ്പിക്കേണ്ടതില്ല എന്ന് മനസ്സിലാക്കണം. എൻ്റെ കൂടെ ദൈവമുണ്ടെന്ന് നാം ഉറപ്പ് വരുത്തണം. ദൈവം എൻ്റെ പക്ഷത്തുണ്ടെന്ന് നാം ഉറപ്പ് വരുത്തണം. ശിംശോന് പറ്റിയതുപോലെ നമുക്ക് പറ്റരുത്. ദൈവം തന്നെ വിട്ടുകളഞ്ഞു എന്ന് താൻ അറിഞ്ഞില്ല. യഹോവ തന്നെ വിട്ടു എന്ന് അറിയാതെ താൻ വീണ്ടും ശത്രുവിൻ്റെ നേരെ പാഞ്ഞു ചെല്ലുന്നതും തൻ്റെ കണ്ണുകൾ കുത്തിപ്പൊട്ടിക്കുന്നതും ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നമ്മുടെ ബുദ്ധിയുപദേശത്തിനായി എഴുതി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് കർത്താവിൻ്റെ സാന്നിധ്യം എന്നോടൊപ്പമുണ്ടോ എന്ന് നാം ഓരോരുത്തരും സ്വയം പരിശോധിക്കുക. സ്വർഗസ്ഥ പിതാവേ, അവിടുന്ന് ഞങ്ങളോട് സംസാരിച്ച വചനങ്ങൾക്കായി സ്തോത്രം. ദൈവസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഉണ്ടാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. മോശ പ്രാർത്ഥിച്ചതുപോലെ നിൻ്റെ സാന്നിധ്യം എന്നോടുകൂടെ പോരണമേ. കർത്താവിൻ്റെ സാന്നിധ്യത്തിന് വലിയ കർത്താവെ മൂല്യം കൊടുക്കുന്നവരായി ഓരോരുത്തരും ജീവിക്കുവാൻ കൃപ നൽകണം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. യേശുവേ പോലെയാകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവേ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. യേശുവേ നോക്കി ജീവിപ്പാൻ ഇവയെ